ഒരു പാത്രത്തിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ വെണ്ടയ്ക്ക ഇങ്ങനെ ചൂടായി വരുന്നതനുസരിച്ച് ഇതിലിങ്ങനെ വഴുവഴുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മൂടി വെക്കരുത്. മൂടി വെക്കുമ്പം ഇതിൻ്റെ ആവിവെള്ളം ചാടിയിട്ടാണ് ഇതിങ്ങനെ വല്ലാണ്ട് വഴുവഴാന്ന് വരുന്നത്. അപ്പം നമ്മളിങ്ങനെ മൂടി വെക്കാതെ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിന് വഴുവഴുപ്പ് ഒട്ടും ഉണ്ടാവില്ല. അതേപോലെ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വെറുതെ വെണ്ടയ്ക്ക മാത്രം ഈ എണ്ണയിലിട്ടിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുന്നത് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് ഏകദേശം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിതിൻ്റെ ഒട്ടലൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവോള ചെറുതാക്കി എറിഞ്ഞതും ഒരു 2 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ വഴുക്കുന്ന ആ ഒരു വലിച്ചിലില്ലേ, അതൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു ശകലം മുളക് പൊടിയും ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത വഴുവഴുപ്പൊന്നും ഇല്ലാത്ത നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെണ്ടയ്ക്കയും മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇന്ന് കമൻ്റായിട്ട് അറിയിക്കണം.